ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇവിടെ ഞാനുണ്ട്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മളുടെ BNSലേക്ക് പോകാം. BNSൽ നമ്മൾ ഒരു ഏരിയ, അതായത് അടുത്തൊരു ഏരിയ ആയിരുന്നു ജനറൽ എക്സെപ്ഷൻസിലേക്ക് നമ്മൾ എത്തിയിരുന്നു. ജനറൽ എക്സെപ്ഷൻസിനകത്ത് നമ്മൾ അത്യാവശ്യം ആദ്യത്തെ കുറച്ച് ഏരിയകൾ കണ്ടു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഏരിയ ആണ് സെക്ഷൻ 20ഉം 21. സെക്ഷൻ 20ഉം 21 പറയുന്നത് 20 and 21 കുട്ടികളുടെ ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ഒരു കണ്ണൂർ ഒരു കേസ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കണ്ണൂർ ഒരു കേസ് 12 വയസ്സുള്ള ഒരു കുട്ടി, അതിൻ്റെ കസിൻ്റെ ഒരു 4 മാസം പ്രായമായ ഒരു കൊച്ചിനെ കിണറ്റിലെടുത്തിട്ടു എന്നുള്ളതാണ്. എടുത്തിട്ടു, അതിനെ എന്ത് ചെയ്തു? പേരൻസിൻ്റെ ഇല്ലെങ്കിൽ അതിനെ വളർത്തുന്ന അഡോപ്റ്റീവ് പേരൻസിൻ്റെ എന്താണ് അവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഇതിൽ ആ കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടു, കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അവിടെ നമ്മൾ നിയമം മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ നമുക്കെടുത്ത് ഈ പറയുന്ന കാര്യത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 12 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ക്രിമിനൽ ലയബിലിറ്റിയിലേക്ക്, കുട്ടികളുടെ ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൻ 20ഉം 21ആണ്. അപ്പം നമ്മൾക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുന്നത്, കുട്ടി എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കണ്ടത്? അത് ആദ്യം നമ്മൾ കണ്ടത് 2:3 എനി പേഴ്സൺ ബിലോ ദി ഏജ് ഓഫ് 18 ഇയേഴ്സ് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ ഇനി അവിടെ നമ്മൾ ഈ ഡെഫിനിഷൻസ് എല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻസ് നമ്മൾ അങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യണം. പക്ഷേ എവിടെയെങ്കിലും അതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ ആ പ്രൊവിഷനകത്ത് പറയുന്ന അതേ രീതിയിൽ വേണം എടുത്ത് അപ്ലൈ ചെയ്യാൻ. ആ രീതിയിൽ അതിനെ നിയമത്തിനെ റീഡ് ചെയ്യണം എന്നാണ്. സോ ഈ 20ലും 21ലും പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 20 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സിൽ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 7 ഇയേഴ്സ് എന്താണ് പറയുന്നത്? ദാറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എ ക്രിമിനൽ ആക്ട് ആണ്. അവരെ ഒരു കൃത്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതിനെ നമ്മളൊരു പേര് വിളിക്കും, ഡോളി ഇൻകപ്പാക്സ് എന്ന് വിളിക്കും. ഡോളി ഇൻകപ്പാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ട്, ഡോളി മീൻസ് ചൈൽഡ് എന്നുള്ളതാണ്, ഇൻകപ്പാസിറ്റി ആണ് അവിടെ പറയുന്നത്. 7 നിയമത്തിൻ്റെ പ്രിസംഷൻ അനുമാനമാണ്. 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ കൊണ്ടൊരു കൃത്യം ചെയ്യാൻ പറ്റില്ല. അതിനെതിരെ ഇപ്പോൾ 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്, അവൻ 7 വയസ്സിൽ താഴെയാണ് എന്നാലും തെളിവ് താണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പ്രിസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറബ്യൂട്ടബിൾ പ്രിസംഷൻ ആണ്. വാട്ട് യു മീൻ ബൈ ഇറബ്യൂട്ടബിൾ പ്രിസംഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറബ്യൂട്ടബിൾ ആണ്, റെബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എതിർവാദം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുമാനങ്ങൾ. കോടതിക്ക് എപ്പോഴും വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു അനുമാനം പറയുമ്പോൾ മറ്റേയാൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എവിഡൻസ് കൊടുക്കും. അപ്പോൾ ഈ കേസിൽ 7 വയസ്സിൽ ബിലോ ആയിട്ടുള്ള, അപ്പോൾ 7 ഇയേഴ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഇനി ചെയ്താൽ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. 7 വയസ്സിലുള്ളവന് അവനൊരു മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ, അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ച് വളരുന്നതനുസരിച്ച് ഒക്കെ ഇരിക്കും. അപ്പോൾ എനിവേ 7 വയസ്സിൽ താഴെയാണോ ആ കുട്ടി, അവൻ ഈ ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും കോടതി പറയും അവന് 7 വയസ്സിൽ താഴെയുള്ള, അവൻ 5 വയസ്സുള്ള 6 വയസ്സുള്ള അവൻ ക്രൈം ചെയ്യത്തില്ല, അവനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിടും. അപ്പം ഈ സെക്ഷൻ 20ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 20 എന്ന് പറയുന്നത് അവിടെ പറയുന്നത് ഹോളി, അതായത് പൂർണ്ണമായിട്ടും ഹോളി ഇൻകപ്പാക്സ് ആണ്. ഓക്കെ, പൂർണ്ണമായിട്ടും കപ്പാസിറ്റി ഇല്ലാത്ത സാഹചര്യമാണ് പൂർണ്ണമായിട്ടും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് സെക്ഷൻ 20ൽ 7 വയസ്സിൽ താഴെ എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. സെക്ഷൻ 7 പ്രകാരം സെക്ഷൻ 20 പ്രകാരം ഒരു ചൈൽഡ്, ഇപ്പം നമ്മളുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവനൊരു ക്രൈം കമ്മിറ്റ് ചെയ്തു, ഇതിനെതിരെ നമുക്ക് എവിഡൻസ് കൊടുക്കാമോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എവിഡൻസ് കൊടുക്കാമോ? പറ്റത്തില്ല. എവിഡൻസും കോടതി ഇവൻ അങ്ങനെ ചെയ്തതായിട്ട് തെളിവുണ്ട്, പറ്റത്തില്ല. ഇറബ്യൂട്ടബിൾ പ്രിസംഷൻസ് ആണ്, എതിർവാദം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുമാനമാണത്. ഇനി അടുത്ത പ്രത്യേകത സെക്ഷൻ 20 എന്ന് പറയുന്നത് എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും ഹോളിയാണ്, പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അവനെ ഒഴിവാക്കുന്നതുമായിരിക്കും 20 എന്ന് പറഞ്ഞ്. ഇനി അപ്പം നമ്മൾ 7 വയസ്സിൻ്റെ വരെ കാണുന്നുള്ളൂ. ഇനി
7-ന് മുകളിൽ 12-ന് താഴെ. അതിന് ഇനിയൊരു പ്രത്യേകതയാണ്. 7-ന് മുകളിൽ, അതായത് 7 കംപ്ലീറ്റ് ആയി, അവനൊക്കെ 7 കംപ്ലീറ്റ് ആയ ഒരു കുട്ടിയാണ്. 7-ന് മുകളിൽ 12 വയസ്സിന് എന്താണ് എബോവ് 7 ആൻഡ് ബിലോ 12 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ മെച്യൂരിറ്റി ഉണ്ടോ എന്ന് നോക്കും. അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിഷ്യൻറ്റ് മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടോ എന്ന്. സഫിഷ്യൻറ്റ് മെൻ്റൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 വയസ്സുള്ളൊരു കുട്ടി, 10 വയസ്സുള്ള നമ്മുടെ മതീഷ് എന്താണ് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയപ്പോഴത്തേക്കിന് അവനൊരു സിൽവർ ബട്ടൺ കിട്ടി. അപ്പോൾ കണ്ടപ്പോൾ നല്ല തിളക്കമുണ്ട്. സിൽവർ ബട്ടണൊക്കെ കിട്ടി മതീഷ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്നിരുന്ന മതീഷ് അത് വെച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 വയസ്സുള്ള കൊച്ച്, അപ്പം നമ്മൾ ഏജ് നോക്കണം, 7-നും 12-നും ഇടയിലാണ്. അപ്പോൾ ഈ 10 വയസ്സുള്ള മതീഷ് ഈ സിൽവർ ബട്ടൺ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അത് അതൊരു ചൈൽഡിഷ് നേച്ചറാണ്. തിളക്കമുള്ള കാണുമ്പോൾ കുട്ടികളാണ് അത് എടുക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈ കുട്ടിക്കെതിരെ നമ്മൾക്ക് ഇവൻ തെഫ്റ്റ് നടത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കോടതിയിൽ നോക്കുമ്പോൾ തെളിവ് നോക്കുമ്പോൾ ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? അവനത് കൊണ്ടുവന്നു അവിടെ നിന്ന് കളിക്കുന്നു. അതവൻ എന്തില്ല, സഫിഷ്യൻറ്റ് മെൻ്റൽ മെച്യൂരിറ്റി ഇല്ല മതീഷിന്. അതുകൊണ്ട് മതീഷിനെ വെറുതെ വിടും. എന്നാൽ മതീഷ് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഈ സിൽവർ ബട്ടൺ എടുക്കുന്നു. മതീഷിന് മനസ്സിലായി എന്തോ ഇതിനൊരു വിലയുള്ള സംഗതിയാണ്. മതീഷ് എന്ത് ചെയ്തു? ഈ സിൽവർ ബട്ടനെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെ കയ്യിൽ അതിന് ഒരു 100 രൂപയ്ക്ക് അങ്ങ് കൊടുക്കുന്നു. ചേട്ടാ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഇത് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സിൽവർ അതിന് അതിൽ കൂടുതൽ വിലയുള്ളതായിരിക്കാം. അപ്പോൾ ഇത് കൊടുത്ത് അപ്പോൾ എന്താ ചെയ്തത്? അവന് മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട്. ഈ എടുത്ത സംഗതിക്ക് ഇറ്റ് ഹാവ് സർട്ടൻ വാല്യൂ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ആ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവൻ അതിനെ കൺവേ ചെയ്യാൻ ശ്രമിച്ചു, മറ്റൊരു രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചു, കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു. സോ ഹി ഹാവിങ് സർട്ടൻ ടൈപ്പ് ഓഫ് മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട്, സഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ അവന് ഉദ്ദേശമുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ കൈമാറ്റം ചെയ്യാമെന്ന് പറയുന്ന ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ആ ഉദ്ദേശമുള്ളത് കൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റും എന്ത് ഉണ്ട്, മെൻ്റൽ മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് അവിടെ ആ ക്രൈം നടത്തി എന്ന് പറയാം. അപ്പോൾ 7-നും 12-നും ഇടയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7-നും 12-നും ഇടയിലുള്ള കുട്ടികളെ അവർ ചെയ്യുന്ന കൃത്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞത് എന്ത് തരം കപ്പാസിറ്റിയാണ് ഇവിടെ പറയുന്നത്? പാർഷ്യലാണ്. പാർഷ്യൽ ഇൻകപ്പാക്സ് ആണ് പറയുന്നത്. പാർഷ്യൽ ഇൻകപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. സോ 20 ആൻഡ് 21. 20-ൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെങ്കിൽ ഇവിടെ ഭാഗികമായിട്ടേ ഉള്ളൂ. എന്താണ് പാർഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കും ഇവന് മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ഇല്ലെങ്കിൽ അവനെ ഒഴിവാക്കി വിടും, ഉണ്ടെങ്കിൽ അവന് അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 20 ആൻഡ് 21. 20-യും 21-ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കുട്ടികളുടെ ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ച് പറയുന്ന ഏരിയയാണ്. നമ്മളങ്ങനെ 20 കണ്ടു, 21 കണ്ടു. ഓർത്തിരിക്കുക, 18 തൊട്ട് നമുക്കൊന്നും കൂടി പറയാം. 18 എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 18 ആക്സിഡൻറ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 ആക്സിഡൻറ്റ്, അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടത്? 18 കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് 19 ആണ്. സെക്ഷൻ 19 നെസസിറ്റിയെ കുറിച്ച് പറഞ്ഞു. 20 ആൻഡ് 21 ഇൻകപ്പാസിറ്റി ഓഫ് ചിൽഡ്രൻസ്, അതായത് ഡോളി ഇൻകപ്പാക്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ 21ലേക്ക് എത്തുമ്പോഴത്തേക്കിന് 21 റിഗാർഡിങ് ഇൻസാനിറ്റിയെ കുറിച്ചാണ്, ഇൻസേൻ പേഴ്സൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതായത് ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യാൻ പോവുകയാണ്, ഒരു ആക്ട് ചെയ്യുന്നു. ആ ആക്ട് ക്രൈം ആകണമെന്നുണ്ടെങ്കിൽ ആ ആക്ട് ക്രൈം ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. കണ്ടോ, അവൻ എന്തില്ല, തലയ്ക്ക് വെളിവില്ല. അങ്ങനെ പറയാൻ പാടുള്ളതല്ല. അപ്പോൾ എന്താണ്, ഈ മൈൻഡ് സെയിൻ അല്ല, മൈൻഡ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആയത് കാരണം നമ്മൾ എപ്പോഴാണ് ഒരു വ്യക്തി സെയിൻ ആണെന്ന് പറയുന്നത്? ഹി ഹാവിങ് ദ എബിലിറ്റി ഫോർ റീസൺസ് എന്നുള്ളതാണ്. അവന് കാരണങ്ങൾ അവന് വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ, ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അത് റോങ് ആണ്, കോൺട്രറി ടു ലോ ആണ്, നിയമത്തിന് എഗെയിൻസ്റ്റ് ആണ്, കാരണങ്ങൾ വേർതിരിച്ചറിയാൻ കഴിവുള്ള സമയത്താണ് നമ്മളെല്ലാവരും എന്തെന്ന് വിളിക്കുന്നത്? സാനിറ്റിയുള്ള, സെയിനായിട്ടിരിക്കുന്ന മനുഷ്യന്മാരാണെന്ന് പറഞ്ഞത്. അല്ലാത്ത സാഹചര്യത്തിൽ ഇവരെല്ലാവരും എങ്ങനെയാണ്? ഇൻസെയിൻ പേഴ്സൺസ് ആണ്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യാണ്. അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് സച്ച് ആൻ ആക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ്? ഡ്യൂ ടു ദ
ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അത് അയാളുടെ കുറ്റമല്ല. അയാൾക്കുള്ള അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കാരണം ഹീസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദി ആക്ട് എന്നുള്ളതാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചർ എന്താണ് എന്ന് അവൻ അറിയാൻ വയ്യ. തെറ്റാണോ ശരിയാണോ എന്ന് അവൻ അറിയില്ല. അത് മാത്രമല്ല ഹീസ് ഓർ അവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓർ ഹീസ് ഡൂയിങ് വാട്ട് ഈസ് ദ റോങ് ഓർ കോൺട്രറി ടു ലോ. ഞാൻ ചെയ്യുന്നത് റോങ് ആണോ, നിയമത്തിന് എഗെയിൻസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്ക് എന്ത് ചെയ്യാം? കോടതിയുടെ അടുത്ത് ചെന്ന് എനിക്കെതിരെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അത് ഞാൻ ചെയ്ത കുറ്റകൃത്യമാവുന്നില്ല. കാരണം ചെയ്യാനുള്ള കാരണം എന്നല്ല, എനിക്കത് കാരണം പോലും തിരിച്ചറിയാൻ വയ്യ. ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ നിയമത്തിന് എഗെയിൻസ്റ്റ് ആണെന്നോ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. ആ തരത്തിലുള്ളതാണ് ഇൻസാനിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഇനി ഇൻസാനിറ്റിയുടെ മറ്റൊരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 22 പറയുന്ന ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? ലീഗൽ ഇൻസാനിറ്റികളാണ്. ലീഗൽ ഇൻസാനിറ്റിയും ഉണ്ട്, അതുപോലെ മറ്റെന്തുണ്ട്? അതേപോലെ മെഡിക്കൽ ഇൻസാനിറ്റി ഉണ്ട്. ഓക്കെ, ഈ മെഡിക്കൽ ഇൻസാനിറ്റി ഉണ്ട്. ഈ മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടേമുകളിൽ, അതായത് മെഡിക്കൽ ടെർമിനോളജികളിൽ പലതരത്തിലുള്ള ഇൻസാനിറ്റികളെ കുറിച്ച് പറയും. ഈവൻ നമ്മളൊരു ചിലപ്പോൾ സെഡേറ്റീവായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർജറിക്ക് മുന്നേ സർജറിയിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയ സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് സെഡേറ്റീവ്സ് ഒക്കെ തരും. അതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ്, ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ കുറേ സമയത്തേക്ക് ഇൻസൈനായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടേമുകളിൽ പറയുന്ന എല്ലാ ഇൻസാനിറ്റികൾക്കും എക്സെപ്ഷൻ കിട്ടത്തില്ല. എവിടെ കിട്ടുള്ളൂ? അത് ലീഗലി എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അങ്ങനെ തരത്തിൽ ലീഗലി, അതായത് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ഒരാൾ സർട്ടിഫൈ ചെയ്ത് തരണം ഹീസ് ഒരു ഇൻസൈൻ പേഴ്സൺ ആണ് എന്നുള്ളത്. അങ്ങനെ ലീഗൽ അപ്പോൾ 22ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 എങ്ങനെയാണ് ലീഗൽ ഇൻസാനിറ്റികൾക്കാണ്, ലീഗൽ ഇൻസാനിറ്റികൾക്ക് മാത്രമുള്ള എക്സെപ്ഷൻ കേസാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 22 പറയുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു അക്യൂസ്ഡ്, ഓക്കെ, എന്ന് പറയുന്ന ഒരു അക്യൂസ്ഡ് പേഴ്സൺ അയാളുടെ വൈഫിനെയും ഡോട്ടറിനെയും ഒരു ലോക്ക്ഡ് റൂമിനകത്താണ് അവരുള്ളത്. അവരെ എന്ത് ചെയ്യാണ്? കൊന്നിട്ട് ഇയാൾ വിളിച്ചു പറയാണ്, സേവ് മൈ വൈഫ്, സേവ് മൈ ചിൽഡ്രൻ, കോൾ ദി പോലീസ്. അപ്പോൾ കണ്ടോ, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ് എന്ന് അറിയുമോ അറിയത്തില്ലയോ എന്നുള്ളത് അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കേസിനകത്ത്, ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ വൈഫിനെയും കുട്ടിയെയും മുറിക്കകത്തിട്ട് പൂട്ടി അയാൾ വെട്ടിക്കൊല്ലുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യയെയും എൻ്റെ മകളെയും രക്ഷിക്കുക, പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഈ ഡോറൊക്കെ എന്ത് ചെയ്തു? അങ്ങനെ ഈ ആക്സൊക്കെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ ഇയാൾ ഡോറിൻ്റെ സൈഡിലായിട്ട് ഈ കയ്യിലൊരു ചോപ്പറൊക്കെ ഉണ്ട്, വെട്ടിക്കൊല്ലാന്ന് ഉപയോഗിച്ചൊരു കത്തിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇയാളത് ചെയ്ത സമയത്ത് ആ സമയത്തേക്ക് മനസ്സിലായാൽ ചെയ്യുന്ന തെറ്റാണ്, കോൺട്രറി ടു ലോ ആണ്, അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ എങ്ങനെ വിളിച്ചത്? എൻ്റെ വൈഫിനെ രക്ഷിക്കൂ, ഡോട്ടറിനെ രക്ഷിക്കൂ, പോലീസിനെ വിളിക്കൂ എന്ന് വിളിച്ച് പറയും. അപ്പോൾ ഈ കേസിനകത്ത് ഈ കുട്ടിയും വൈഫും തറയിൽ കിടക്കുകയാണ്. അവർക്ക് സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അവർ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കേസിനകത്ത് അയാളെ, ഈ ഒഫൻഡറെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടത്തില്ല? നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ 22 കിട്ടത്തില്ല. അവൻ അങ്ങനെ വിളിച്ചു പറഞ്ഞില്ല, എൻ്റെ എന്നിട്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ലേ, എന്നും കേട്ടില്ലേ, ഞാൻ ഇത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അയ്യോ ഞാൻ അവരെ വെട്ടിക്കൊന്നതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ അയാൾക്ക് പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതാണ്. എന്ത് കിട്ടില്ല? ഈ പറയുന്ന നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടത്തില്ല. 23 and 24 ഡ്രങ്കണ്ണസ് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. 22, 23, 24. ഈ 23, 22, 23, 24, 22 ഒരു ഇൻസാനിറ്റിയാണ്. ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്, ആ സമയത്ത് മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ മൈൻഡ് എന്ന് പറയുന്നത് അവന് ചെയ്യുന്നതിൻ്റെ ശരിയും തെറ്റും നേച്ചറും ഒന്നും അവന് അറിയാൻ വയ്യ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേ സാഹചര്യം ഉണ്ടാകാം. ഏതാണ് ആ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 23 പറയുന്നുണ്ട്. അതിനെ 23ഉം 24 നമ്മൾ ചേർത്ത് ഡ്രങ്കണ്ണസ് എന്ന് വിളിക്കും.
ഡ്രങ്കൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് വോളണ്ടറിലെ അല്ലെങ്കിൽ ഡ്രങ്കൺനെസ്, ഇൻടോക്സിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ പ്രവൃത്തി ഇയാൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് ഇവിടെ അയാൾ ഒരു കൃത്യം ചെയ്യുകയാണ്, പക്ഷേ ഈ കൃത്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻടോക്സിക്കേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇൻടോക്സിക്കേഷനാണ്. ആ ഇൻടോക്സിക്കേഷൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ലിക്കറൊക്കെ യൂസ് ചെയ്തത് കൊണ്ടുള്ള ഇൻടോക്സിക്കേഷനാണ്. അപ്പോൾ ഈ ഇൻടോക്സിക്കേഷൻ കാരണം ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചർ അവൻ അറിഞ്ഞൂടാ. എന്താണ് വാട്ട് ഈസ് എയ്തർ റോങ് ഓർ കോൺട്രറി ടു ലോ എന്നുള്ളത് അവൻ അറിഞ്ഞൂടാ. അത് മാത്രമല്ല, ഈ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഇയാൾ സ്വമേധയെ രാവിലെ എഴുന്നേറ്റ് എന്താണ് ബാറിൽ പോയി നേരെ കുടിച്ച് അങ്ങനെയാണ് അങ്ങേയറ്റം അബോധാവസ്ഥയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കരുത്. കാരണം അവിടെ അത് വോളണ്ടറി ഇൻടോക്സിക്കേഷനാണ്, സ്വമേധയാ ഉള്ള മദ്യപാനമാണ്, അതിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന 23-ൻ്റെ എന്ത് കിട്ടത്തില്ല? ബെനിഫിറ്റ് കിട്ടില്ല. 23-ൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മതീഷ് എന്ന് പറയുന്ന മതീഷിനെ നമ്മൾ എന്താണ്, മതീഷിനെ മദ്യപിക്കുന്നത് ഇഷ്ടമുള്ള വ്യക്തിയല്ല. മതീഷിൻ്റെ കാലും കൈയൊക്കെ കെട്ടിയിട്ട് മതീഷിൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാ തുറന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നിർബന്ധപൂർവ്വം. മതീഷിൻ്റെ എന്താണ് വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഡ്രങ്കൺനെസ് അണ്ടർ സ്റ്റേറ്റഡ് അണ്ടർ സെക്ഷൻ 23 എന്നുള്ളത്. അവിടെ മതീഷിനെ കൊണ്ട് എന്നിട്ട് അതപ്പോഴത്തേനും മതീഷ് ആ ബോധാവസ്ഥയിലായിപ്പോയി. എന്നിട്ട് മതീഷ് ചെയ്ത കൃത്യം, എന്നിട്ട് മതീഷ് പറയൂ കോടതി ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുടിച്ചതല്ല, എന്നെ കൊണ്ട് കുടിപ്പിച്ചതാണ്. അവിടെ മതീഷിന് ഇത് കിട്ടും, സ്വമേധയാ കുടിക്കുന്നത്. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഇൻടോക്സിക്കേഷൻ ഇത് കിട്ടില്ല? വോളണ്ടറി, അതാണ് നമ്മൾ നോക്കേണ്ടത്. വോളണ്ടറി ഇൻടോക്സിക്കേഷൻ. ഈ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയാ മദ്യപാനം നടത്തി അങ്ങനെ അൺകോൺഷ്യസ്നെസ് ആയി അവിടെ ആ അൺകോൺഷ്യസ്നെസ് ഒരു ഇൻസേനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ ടൈമിൽ നമ്മൾക്ക് എന്താണ് വാട്ട് ഈസ് ഡൂയിങ് എയ്തർ കോൺട്രറി ടു ലോ ഓർ നേച്ചർ ഓഫ് ദ ആക്ട് അത് നമ്മൾക്ക് അറിയാൻ പറ്റാതെ പോകുന്നു. എന്നിട്ട് പറയാണ് എന്താണ് ഇത് തരണം, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല. സ്വമേധയാ ഉള്ളതിന് കിട്ടത്തില്ല. എന്തിനേ കിട്ടുള്ളൂ? ഇൻവോളണ്ടറിക്ക് മാത്രമേ, ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷന് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? സെക്ഷൻ 23-ൻ്റെ എന്താണ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷൻ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾക്ക് ശിക്ഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒഴിവാക്കത്തുള്ളൂ. സോ അതാണ് സെക്ഷൻ 23. ഇനി സെക്ഷൻ 23 എന്ന് പറയുമ്പോൾ സെക്ഷൻ 23-ൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സെക്ഷൻ 23 എനിക്കെതിരെ കോടതിയിൽ കേസായി. അപ്പം ഞാൻ കോടതിയിൽ ചെന്ന് കോടതി എന്താണ് ജനറൽ എക്സെപ്ഷൻ അനുസരിച്ച് സെക്ഷൻ 23 അനുസരിച്ച് കോടതി ഞാനൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ല കോടതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ഈ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്, ഈ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അത് ഇൻവോളണ്ടറി ആയിരിക്കണം, നമ്മുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചറിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കരുത്. അത് തെറ്റാണോ റോങ് ആണോ നിയമത്തിന് എഗെയിൻസ്റ്റ് ആണോ എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കരുത്. ഈ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഹിസ് വില്ലിന് എഗെയിൻസ്റ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി ആയിട്ടായിരിക്കും നാം ചെയ്യേണ്ടത്. നമ്മുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം ചെയ്യുന്നത്. സോ ഇതാണ് സെക്ഷൻ 23-ൽ പറയുന്ന ഡ്രങ്കൺനെസ്. 23-ൽ തീരുന്നില്ല, ഇനിയുമുണ്ട്. ഇനി 24-ൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 24-ഉം ഡ്രങ്കൺനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ആ കുറ്റകൃത്യം എന്ന് പറയുന്നത്, അതായത് ഇവിടെ എന്ന് പറഞ്ഞ ആക്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നോളജോ ഇൻറ്റൻഷനോ ആവശ്യമായ ഒരു കുറ്റകൃത്യം, പർട്ടിക്കുലർ നോളജോ ഇൻറ്റൻഷനോ ആവശ്യമായ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇങ്ങനെ, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മർഡർ നടക്കുന്നു, കൊലപാതകം എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ നോളജ് അവിടെ മസ്റ്റാണ്, ഇൻറ്റൻഷനും അവിടെ മസ്റ്റാണ്. പക്ഷേ ഇത് നടത്തിയ വ്യക്തി ഒരു ഡ്രങ്കൺ പേഴ്സൺ ആണ് അത് നടത്തിയത്. ഡ്രങ്കൺ പേഴ്സൺ ആ ഇൻസാനിറ്റി, ഡ്രങ്കൺനെസ് മൂലമുണ്ടായ ഇൻസാനിറ്റിയിൽ നിന്നാണ് ഇയാൾ ആ കൃത്യം നടത്തിയിരിക്കുന്നത്. എന്നാൽ ആ ഡ്രങ്കൺനെസ് അയാൾ വോളണ്ടറിലി ആണ് ചെയ്തതെങ്കിലോ, സ്വമേധയാ മദ്യപിച്ച് മതോന്മത്തനായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവൻ ഈ കൃത്യം ചെയ്തെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇയാൾ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹത്തിന് ഷാൽ ബി ലയബിൾ ടു ബി ഡെൽറ്റ് വിത്ത് ആസ് ഇഫ് ഹി ഹാഡ് ദ സെയിം നോളജ് ആസ് ഹി വുഡ് ഹാവ് ഹാഡ് ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ളത്. അതായത് അതിനകത്ത് പറയുന്നത് ഇതാണ്,
അപ്പോൾ ഒരു പ്രത്യേക നോളജോ ഇൻറ്റൻഷനോ ആവശ്യമുള്ള ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി എന്താണ് സ്വമേധയാ എന്താണ് അല്ലെങ്കിൽ വോളണ്ടറിലി ഇൻടോക്സിക്കേഷൻ നടത്തി ആ രീതിയിൽ അയാളത് ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും. ഇനി കുടിക്കാതെ ഇരുന്നെങ്കിൽ, മദ്യപിക്കാതെ ഇരുന്നെങ്കിൽ ഇയാൾക്ക് ഏത് അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ അവസ്ഥയിലിരിക്കുമ്പോൾ ഇയാൾ എങ്ങനെ ഈ കൃത്യം ചെയ്യുമായിരുന്നു അതേ രീതിയിൽ കണക്കാക്കുകയും അവന് ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. 23 തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആയിരിക്കണം. ഓക്കെ, അതായത് പ്രത്യേക ഉദ്ദേശമൊക്കെ ഉള്ളത് ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഇൻവോളണ്ടറി ആയിട്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, നമുക്ക് താല്പര്യമില്ലാതെ മറ്റൊരാൾ നമ്മളെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടത്തില്ല. അപ്പോൾ 24-നകത്ത് ഇതേ പറയുന്നുള്ളൂ, പ്രത്യേക തരത്തിലുള്ള ഇൻറ്റൻഷനോ നോളജോ ആവശ്യമുള്ള കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ വോളണ്ടറിലി ഇൻടോക്സിക്കേഷൻ മുഖാന്തിരം ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്യുകയും അങ്ങനെ അതായത് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ മൂലം അയാളത് കമ്മിറ്റ് ചെയ്താൽ അവന് എന്താണ്, അവൻ ഇൻടോക്സിക്കേറ്റഡ് അല്ലാതെ ഇരിക്കുന്ന, അതായത് ബോധമുള്ള അവസ്ഥയെ എങ്ങനെ ഇവൻ ചെയ്യുമായിരുന്നു അതേ രീതിയിൽ തന്നെ അവനെ ട്രീറ്റ് ചെയ്യുകയും അവൻ ആ കുറ്റത്തിൽ നിന്ന് അവന് ശിക്ഷ ഇളവുണ്ടായിരിക്കത്തില്ല, ആ കുറ്റം അവൻ ചെയ്തതായിട്ട് കണക്കാക്കുകയും ചെയ്യും. അതാണ് സെക്ഷൻ 24-നകത്ത് പറയുന്നത്. സോ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സെക്ഷൻ 22, 23, സെക്ഷൻ 22 ഉണ്ട്, 23 ഉണ്ട്, 24 ഉണ്ട്. അത് കണക്ട് ചെയ്ത് തന്നെ പറയണം. ഓക്കെ, ദെൻ അടുത്തതാണ് ഇവിടെ നമ്മളൊരു വാക്ക് പറയും, പുതിയൊരു വാക്കുണ്ട്, ഡെലീറിയം ട്രീറ്റ്മെൻറ്റ്സ്. ഡെലീറിയം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് മദ്യപിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അതായത് അവർ എപ്പോഴും ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് അവർ ഈ സ്ഥിരമായി മദ്യപിച്ച് അവരെങ്ങനെയായിപ്പോയി ഇൻസൈൻ, അതായത് അവരുടെ മെൻ്റൽ കപ്പാസിറ്റി അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരായിപ്പോയി. അത്തരത്തിലുള്ള ആൾക്കാർ അത് ഇൻസൈൻ ആയിപ്പോയി. ഡെലീറിയം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ഹാബിച്വൽ ഡ്രിങ്കിങ്ങിൽ നിന്നാണ് വരുന്നത്. വളരെ കാലമായിട്ട് എന്ത് സംഭവിക്കുകയാണ്, ആ ഹാബിച്വലി ഡ്രിങ്ക് ചെയ്ത് ദേ വെയർ ലോസ് ഓഫ് ഫാക്കൽറ്റി ഓഫ് റീസണിങ് എന്നുള്ളതാണ്. വേർതിരിച്ചറിയാനുള്ള അവരുടെ ആ കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡെലീറിയം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 23 and 24 വ്യക്തമായിട്ട് ഒരുത്തിരിക്കുക. വോളണ്ടറി ഡ്രങ്കണ്ണസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. സ്വമേധയാ മദ്യപിച്ചിട്ടാണ് ഈ കൃത്യം ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയേ വേണ്ട, നിങ്ങളത് കൃത്യം ചെയ്തതായിട്ട് തന്നെ കണക്കാക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 തൊട്ട് 30 വരെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റിനെ കുറിച്ചാണ്. 25 തൊട്ട് 30 വരെയുള്ള കുറച്ച് കൃത്യങ്ങളിനകത്ത് പറയുന്നത്. അതിന് ജസ്റ്റ് മുമ്പ് നമുക്കൊരു കാര്യം കൂടി നമുക്കിതൊന്ന് പറഞ്ഞ് ഇതാക്കാം. സെക്ഷൻ 21, അതായത് നമ്മൾ എവിടെ തൊട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ 21, ദെൻ സെക്ഷൻ 22, ദെൻ സെക്ഷൻ 23, 24. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. 21ഉം 22ഉം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? 21 and 22 പറഞ്ഞത് ചൈൽഡിൻ്റെ ക്രിമിനാലിറ്റിയെക്കുറിച്ചാണ്, ചിൽഡ്രൻസിൻ്റെ ക്രിമിനാലിറ്റിയെക്കുറിച്ചാണ്. ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ 18 എന്നുള്ളതല്ല ഇവിടെ നമ്മൾ പറയുന്നത്, സ്പെസിഫിക് ഏജ് എടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്. 7-ന് താഴെ ഡോളി ഇൻകപ്പാക്സ് ആണ്. അവരെന്താണ് ആ തരത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറബ്യൂട്ടബിൾ പ്രിസംഷൻസ് ആണ്. തെളിവ് കൊണ്ട് കൊടുത്ത് അവനത് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല, പൂർണ്ണമായും ശിക്ഷയിൽ നിന്ന് ഇളവാക്കും. ദെൻ എന്താണ് പറഞ്ഞത്, 22ലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്, 7-നും 12-നും ഇടയ്ക്കുള്ള ആൾക്കാരിലേക്ക് എത്തും. 7-നും 12-നും ഇടയ്ക്ക് നമ്മൾ എന്തേ നോക്കുള്ളൂ, മെൻ്റൽ മെച്യൂരിറ്റി. അത് എന്ത് തരത്തിലുള്ള മെൻ്റൽ മെച്യൂരിറ്റിയാണ്? സഫിഷ്യൻ്റ് എന്നുള്ളതാണ്. സഫിഷ്യൻ്റ് എന്ന് പറയുന്ന വാക്കിന് അവിടെ പ്രത്യേകതയുണ്ട്. അവൻ ആ കൃത്യമായിട്ട് ആ കാര്യം, അതായത് അത്രയും മതി, ആ ഒരു കൃത്യം, ആ ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവനിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി മാത്രം അത്രയും നോളജ് ഉണ്ടോ എന്ന് നോക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 7-നും 12-നും ഇടയ്ക്കുള്ള ആൾക്കാരെ കണ്ടു. ദെൻ നമ്മൾ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്രങ്കൻ പേഴ്സൺസ് ആണ്. ഡ്രങ്കൻ പേഴ്സൺസിൻ്റെ കാര്യം 2021 ആയിരുന്നു നമ്മളുടെ ചിൽഡ്രൻസിൻ്റെത്. ദെൻ 21 ആയിരുന്നു എന്താണെന്നുള്ളത്, ഇൻസാനിറ്റി. 21 ആയിരുന്നു ഇൻസാനിറ്റി. 21 ഇൻസാനിറ്റി. 22 എന്ന് പറയുന്നത് ആണ്. 22ലേക്ക് എത്തുമ്പോഴാണ് ഡ്രങ്കൺനെസ്. ഒന്നും കൂടി പറഞ്ഞോട്ടെ.
22 ആണ് ഇൻസാനിറ്റി, അൺസൗണ്ട് മൈൻഡ്, ഇൻസാനിറ്റിയെ കുറിച്ച് പറഞ്ഞത്. 21 ചിൽഡ്രൻസിൻ്റെത്, 22 ഇൻസാനിറ്റി, ദെൻ 23യും 24ഉം ഡ്രങ്കണ്ണസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമ്മൾക്ക് കയറാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസെൻ്റ് ആണ്. സെക്ഷൻ 25 തൊട്ട് സെക്ഷൻ 30 വരെയും നമ്മളിനി കൺസെൻറ്റുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ കൺസെൻറ്റിൻ്റെ കാര്യം നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചു വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 21 തൊട്ട് 25 വരെയുള്ള 24 വരെയുള്ള കാര്യങ്ങൾ കുറച്ച് ഓർത്തിരിക്കുക. കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളാണ്. ദെൻ 22 തൊട്ടുള്ള ഇൻസാനിറ്റി തൊട്ടുള്ള കാര്യങ്ങൾ, ഇൻസാനിറ്റി, ഡ്രങ്കണ്ണസ്, അത് തന്നെ വോളണ്ടറി ഡ്രങ്കണ്ണസ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ കൺസെൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.